ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്, പിറന്നാൾ വീഡിയോൻ്റെ ബാക്കി. അപ്പോൾ അതാ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് കുന്നിൻ്റെ മേലേക്കാണ്. അപ്പോൾ അതാ നമ്മൾ താഴെ കുന്നിൻ്റെ മുകളിൽ തന്നെയാണ്, വലിയ റോഡൊന്നുമില്ല. അവിടെ വണ്ടി ഇറങ്ങി, ഓട്ടോ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടി കയറാനുണ്ട്. അപ്പോൾ അതാ നമ്മൾ കുഞ്ഞു ഭവനത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. കുന്നിൻ്റെ മേലെയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ ഊഞ്ഞാലാണ്. അവിടെ ഒരു മുല്ലമരമാണ്, അത് അതിൻ്റെ മുകളിലിട്ടതാണ്. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ആര് കയറി വന്നാൽ ആദ്യം അവിടെയാണ് കേട്ടോ ഇരിക്കുക. പിന്നെ അത് അതിനുശേഷം നമ്മൾ കുറച്ചൊരു ഊഞ്ഞാലേക്ക് ആടിയതിനു ശേഷം മയോണൈസ് കുറച്ചുകൂടി വേണം, അതൊക്കെ ഒന്ന് അടിച്ച് വെച്ചു. പിന്നെ നമ്മളെ കുട്ടീസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന കുറച്ച് നേരം നോക്കി നിന്ന് ആസ്വദിച്ച് അതിനുശേഷം ഉച്ചയായപ്പം നമ്മളിതാ നേരെ ഫുഡ് വിളമ്പിട്ട മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിറന്നാൾ കുട്ടി തന്നെ ആദ്യം കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബാക്കി എല്ലാവരും കൂടെ വേഗം ഇരുന്നു ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു ചെറിയ കുട്ടി, എൻ്റെ മോള് കണ്ടില്ലേ ഇപ്പം തലയും കുത്തി മറിഞ്ഞിട്ട് വീണു കേട്ടോ. കാര്യമായിട്ടൊന്നും പറ്റില്ല, അതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലൊന്നുമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഡെക്കറേഷൻ പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞു വീടല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പരിമിതികളൊക്കെ ഉള്ള അത്രയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തായാലും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്കാണ്. അപ്പോൾ വേറെ എന്താ പറയുക, വലിയൊരു ആർഭാടത്തിലുള്ള പിറന്നാളൊന്നുമില്ല, ഒരു കുട്ടി പിറന്നാളാണ്. അപ്പോൾ ഇതുവരെ എന്താ പറയുക അവളുടെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊക്കെ കൂടെ ഒത്തുകൂടാനുള്ളൊരവസരം അത്രമാത്രമായിട്ടാണ് ഈ ഒരു ചെറിയ പിറന്നാൾ എല്ലാവർക്കും കൂടി വെച്ചത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊടുത്തതിന് ശേഷം ഇതുണ്ട് ഓരോരുത്തരോടായിട്ട് കുട്ടിക്ക് സ്വീറ്റ്സ് ഇത്തിരി തൊട്ട് കൊടുക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരും കേട്ടോ. ഇനി നമ്മൾ വീഡിയോ ഇങ്ങനെ പെട്ടെന്നിട്ടാണ്. എൻ്റെ കുട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മോളുടെ ഇളയമ്മയാണ്, പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും ഒരേ പ്രായമാണ്. അനുട്ടി, നമ്മുടെ മാറുകുട്ടി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് കുഞ്ഞി എനിക്കൊക്കെ ഉള്ളത് കുഞ്ഞു ബ്രദേഴ്സും സിസ്റ്റേഴ്സാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും പിന്നെ എൻ്റെ ഒരു ഏട്ടനുണ്ട്, അപ്പേട്ടൻ, അവരൊക്കെ തന്നെ ഉള്ളൂ വലുതെന്ന് പറയാം. ബാക്കിയൊക്കെ കുട്ടീസാണ് കേട്ടോ, ചോട്ട ബേബീസ് അങ്ങനെ പറയാമല്ലോ അല്ലേ. അപ്പോൾ അതാണ്ട് ഞാനും കേക്കൊക്കെ കൊടുത്ത്. പിന്നെ എൻ്റെ ഏട്ടൻ ഇതാണ് കേട്ടോ, അതെൻ്റെ അമ്മയുടെ മൂത്ത ഏട്ടൻ്റെ മോനാണ്. പിന്നെ ഇതൊക്കെ വരുന്നത് എൻ്റെ ഒക്കെ കുട്ടി അനിയന്മാരാണ്. അമ്മേൻ്റെ അനിയത്തിമാരുടെ മക്കളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അനിയന്മാരാണ്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തിൽ എല്ലാവരും അർമാദിച്ച് അടിപൊളിയായിട്ട് ആ ഒരു കുഞ്ഞ് ബർത്ത്ഡേ നമ്മൾ സന്തോഷത്തിൽ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ പങ്കുവെച്ച് എന്താ പറയുക, ഒരു നല്ല നിമിഷം അത്രയേ ഉള്ളായിരുന്നു. ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി, എങ്ങനെ വേണം പറയാമല്ലേ, തട്ടിക്കൂട്ടി എല്ലാം മുന്നേ ഉള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ഒരു കുട്ടി പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ബസ്സിലൊക്കെ കയറി. ഇനി വേറെ എവിടേക്കും പോകാനില്ല ഗൈസ്, നമുക്ക് ബാലുശ്ശേരിക്ക് പോകണം, വീട്ടിലേക്ക് പോകണം. അപ്പോൾ ബാലുശ്ശേരി ബസ്സിലൊക്കെ കയറിയിരുന്നു. പിന്നെ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വേറൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ വന്നിട്ട് ടാറ്റാ.